ശിവഗീത 6-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വിഭൂതി യോഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ ശീർഷകം. അതായത് ശിവൻ്റെ വിഭൂതികളെക്കുറിച്ചിട്ട്, ശിവൻ്റെ മഹത്വത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരറിവ് ഈ അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നു. ശിവൻ തന്നെ വെളിപ്പെടുത്തുന്ന ശിവരഹസ്യമാണ് ഈ 6-ാം അധ്യായം. ശ്രീരാമചന്ദ്രന് വേണ്ടി ഭഗവാൻ ശിവൻ തൻ്റെ മഹാരഹസ്യങ്ങളുടെ കലവറ ഈ അധ്യായത്തിൽ തുറക്കുന്നു. ശിവദർശനം കിട്ടിയ ഒരനുഭൂതിയാണ് ഈ 6-ാം അധ്യായം പഠിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത്. കാരണം ശിവൻ്റെ എല്ലാ മഹത്വവും, ശിവൻ്റെ എല്ലാ കലകളും, 16 കലകളും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷീഭവിക്കുന്ന ഒരനുഭൂതിയാണ് ഈ 6-ാം അധ്യായം നമുക്ക് നൽകുന്നത്. 6-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് ശ്രീരാമചന്ദ്രൻ ഭഗവാനോട് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാൻ, അങ്ങയുടെ നേരത്തെ പറഞ്ഞ ചില വാചകങ്ങൾ എന്നിലാകെ സംശയമുണ്ടാക്കിയിരിക്കുന്നു. അങ്ങ് പറഞ്ഞു, ഞാനാണ് എല്ലാം സൃഷ്ടിക്കുന്നത്, ഞാനാണ് എല്ലാം സംരക്ഷിക്കുന്നത്, ഞാനാണ് എല്ലാം സംഹരിക്കുന്നത് എന്ന് പറഞ്ഞു. അല്ലയോ ഭഗവാൻ, അങ്ങ് പാർവതീദേവിയോടൊപ്പം, അതേപോലെ സ്കന്ദനോടും ഗണപതിയോടുമൊപ്പം, അനേകം ഭൂതഗണങ്ങളോടൊപ്പം ജീവിതം നയിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഭഗവാന് എങ്ങനെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്താൻ കഴിയുന്നത്? എൻ്റെ മനസ്സ് കലുഷിതമാകുന്നു, സംശയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അല്ലയോ ഭഗവാൻ, അങ്ങ് എൻ്റെ ചോദ്യത്തിന് ദയവ് ചെയ്ത് ഉത്തരം നൽകി എന്നെ സമാധാനിപ്പിച്ചാലും. ശിവഭഗവാൻ ഇത് കേട്ടിട്ട് പറഞ്ഞു, അല്ലയോ രാമ, അങ്ങയുടെ സംശയം ന്യായമാണ്. ബുദ്ധിയുള്ളവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ നിഗൂഢമായ സത്യം. അല്ലയോ രാമ, അങ്ങ് എന്നോട് അങ്ങേയറ്റത്തെ ഭക്തിയുള്ളവനാണ്, അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവനാണ്. സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് കാണിക്കുന്നു. ഞാൻ എൻ്റെ രഹസ്യം, അല്ലയോ രാമ, അങ്ങയോട് പറയാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ശിവൻ തൻ്റെ നിഗൂഢമായ സത്യങ്ങൾ ഒന്നൊന്നായി വെളിപ്പെടുത്തുന്നു. ഈ ദൃശ്യമായ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്. ആദ്യം ശിവഭഗവാൻ പറയുന്നത്, ഈ പഞ്ചഭൂതങ്ങളെ സൃഷ്ടി നടത്തിയിരിക്കുന്നത് ഞാനാണ്. ഈ പഞ്ചഭൂതങ്ങളും അതുകൊണ്ട് ഞാൻ തന്നെയാണ്. ഭൂമി, അതേപോലെ ജലം, ആകാശം, വായു, അഗ്നി, ഇതെല്ലാം ഞാൻ തന്നെയാണ് എന്ന് അല്ലയോ രാമ അങ്ങ് മനസ്സിലാക്കുക. 14 ലോകങ്ങളും ഞാനാണ്. 14 ലോകങ്ങളും ഞാനാണ് സൃഷ്ടിച്ചത്, ഞാനാണ് അവയിൽ നിറഞ്ഞിരിക്കുന്നത്, ഞാൻ തന്നെയാണ് 14 ലോകങ്ങളും. അതേപോലെ 7 സമുദ്രങ്ങളും ഞാനാണ്. 7 മഹാസമുദ്രങ്ങൾ, ആ മഹാസമുദ്രങ്ങളുടെ സൃഷ്ടികർത്താവ് ഞാനാണ്. ആ സമുദ്രങ്ങളിൽ ഞാനുണ്ട്. ഈ 7 മഹാസമുദ്രങ്ങളും ഞാൻ തന്നെയാണ്. അതേപോലെ ദേവന്മാരും ഋഷിമാരും പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളും ഞാൻ തന്നെയാണ്. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതും അവയിൽ നിറഞ്ഞു നിൽക്കുന്നതും അല്ലയോ രാമ ഞാൻ തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിലൂടെ ഒരു പ്രപഞ്ച രഹസ്യമാണ് ശിവൻ വെളിപ്പെടുത്തുന്നത്. പഞ്ചഭൂതങ്ങൾ, ആകാശം ഞാനാണ്,
അപ്പോൾ നാം ആകാശത്തെ സ്തുതിക്കുമ്പോൾ സത്യത്തിൽ ആരെയാണ് സ്തുതിക്കുന്നത്? ശിവനെയാണ് സ്തുതിക്കുന്നത്. അതുപോലെ വായു, ജലം, അഗ്നി, ഇതിനെയെല്ലാം ഭൂമി, ഇതെല്ലാം തന്നെ ഞാനാണ്. അതുകൊണ്ട് ഈ ഭൂമിയെ സ്തുതിക്കുന്നവർ, ഈ ഭൂമിയെ സേവിക്കുന്നവർ തീർച്ചയായിട്ടും എന്നിൽ എത്തിച്ചേരുന്നു. ഞാൻ തന്നെയാണ് ഈ ഭൂമിയും ഈ പഞ്ചഭൂതങ്ങളും. അതുപോലെ 14 ലോകങ്ങളും അവിടുത്തെ ചേതനവും അചേതനവുമായ എല്ലാ ജീവജാലങ്ങളും ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ 14 ലോകങ്ങളിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും എല്ലാ ചേതന വസ്തുക്കളും അല്ലയോ രാമ ഞാൻ തന്നെയാണ്. അപ്പോൾ എല്ലായിടത്തും എവിടെയും എപ്പോഴും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ശിവൻ തന്നെയാണ്. നാം ഭൂമിയിലെ ഒരു ജീവിക്ക് എന്തെങ്കിലും ഒരു സേവ ചെയ്യുകയാണെങ്കിൽ ആ ജീവിക്ക് കൊടുക്കുന്ന സേവയല്ല അത്, മറിച്ച് അത് ശിവന് കൊടുക്കുന്ന സേവയാണ്. അപ്പോൾ സേവയുടെയും സേവനത്തിൻ്റെയും നിഗൂഢമായ സത്യതലങ്ങൾ ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു. നാം എന്തിനു വേണ്ടിയാണ് സേവ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് സേവനം ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് പ്രവൃത്തി ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, ഇതെല്ലാം ശിവനായിക്കൊണ്ടാണ് സമർപ്പിക്കുന്നത്. കാരണം ഇതിലെല്ലാം ശിവനാണ് നിറഞ്ഞു നിൽക്കുന്നത്. എന്തിനാണ് ഈ വാക്കുകൾ പറയുന്ന ഞാനും ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളും ശിവൻ തന്നെയാണ്. അപ്പോൾ ശിവോഹം ശിവോഹം എന്നുള്ള ആ അവസ്ഥയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ഈ നിഗൂഢമായ സത്യം മനസ്സിലാക്കിയാൽ നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയും. കാരണം നാം എവിടെയും എപ്പോഴും എങ്ങും എല്ലായ്പ്പോഴും കാണുന്നത് ശിവഭഗവാനെ തന്നെയാണ്. എന്ത് കാണുമ്പോഴും, എന്ത് തൊടുമ്പോഴും, എന്ത് മണക്കുമ്പോഴും, എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും എല്ലാം തന്നെ അത് ശിവൻ തന്നെയാണ് എന്നുള്ള ധാരണയിലാണ് നാം എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എവിടെയും എപ്പോഴും എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് ശിവനല്ലാതെ മറ്റൊന്നുമില്ല. നന്മയും തിന്മയും ശിവനാണ്. നമ്മുടെ പ്രവൃത്തിയും പ്രവൃത്തിയില്ലായ്മയും പ്രവൃത്തിയും നിവൃത്തിയും ശിവനാണ്. ഈ സത്യമാണ് ആദ്യമായിട്ട് ഭഗവാൻ ശിവൻ രാമന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ എവിടെയും എപ്പോഴും എന്തുമെങ്ങും നിറഞ്ഞു നിൽക്കുന്നത് ഞാനല്ലാതെ മറ്റൊന്നുമല്ല. ഈ സത്യമാണ് നാം അറിയേണ്ടത്. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും കൂടിയാണിത്. ഞാൻ ആരാണ് എന്ന് നാം നിരന്തരം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവസാനം അത് ഞാൻ ശിവനാണ്, ശിവോഹമാണ് എന്ന് കണ്ടെത്തുന്നു. ആ നിഗൂഢമായ സത്യത്തിൻ്റെ മാർഗമാണ്, ആ സാധനയുടെ മാർഗമാണ് ഇവിടെ ഭഗവാൻ ശിവൻ രാമന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആരാണ് എന്ന് നിരന്തരം അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന അവസാനത്തെ ഉത്തരം, ഇത് ആദ്യത്തെയോ മധ്യത്തിലെയോ അല്ല, അവസാനം ലഭിക്കുന്ന ഉത്തരം ഇതാണ്. ഈ സത്യത്തെയാണ് ശിവഭഗവാൻ രാമന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇത് തന്നെയാണ് രമണ ഭഗവാനും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ദഹരവിദ്യ ഇത് തന്നെയാണ്, ഹൃദയവിദ്യ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നാം ഈ ശിവമൊഴിയിലാണ്, ഈ ശിവസത്യത്തിലാണ് എത്തിച്ചേരുന്നത്. പിന്നെ ശിവഭഗവാൻ പറയാണ്, ദേവന്മാരുടെ അറിവ് ഞാനാണ്, എല്ലാ അറിവും ഞാനാണ്. നാം നേടുന്ന ഏതൊരറിവും ശിവനെക്കുറിച്ചിട്ടാണ്, ശിവനാണ്. അപ്പോൾ അറിവ് തന്നെയാണ് ശിവൻ. ഇത് വലിയൊരു സനാതന സത്യമാണ്. അറിവ് അഥവാ ബോധമാണ് ഞാനെന്ന് ശിവൻ ശ്രീരാമന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് വാക്കുകളിലൂടെ പറയുകയല്ല, രാമൻ അത് അനുഭവിക്കുകയാണ്. അറിവാണ് ശിവൻ എന്ന് രാമൻ സ്വന്തം അനുഭവത്തിലൂടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അനുഭവിച്ചറിയുകയാണ്. അപ്പോൾ വാക്ക് അനുഭവമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്.
പിന്നെ അദ്ദേഹം പറയാണ്, ഞാൻ പഴയ ആദിമ വ്യക്തിയാണ്, ആദിമ മനുഷ്യനാണ് ഞാൻ, ആദിമമായി ഉണ്ടായ ആദി പുരുഷനാണ് ഞാൻ. ശിവൻ പറയുകയാണ്, ഞാൻ ആദി പുരുഷനാണ്. ഈ ആദി പുരുഷനും ആ പുരുഷൻ്റെ പരമ്പരകളാണ് ഇന്ന് ലോകമാകെ നിറഞ്ഞു നിൽക്കുന്നത്. ചട്ടമ്പിസ്വാമികൾ ആദിഭാഷ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ആദിമ മനുഷ്യരെന്ന് പറഞ്ഞത് ശ്രീലങ്കയുടെ ഒരു ഭാഗത്തുള്ള, അതിന്ന് കടലിൽ ആണ്ടുപോയി എന്നാണ് പറയുന്നത്. ശ്രീലങ്കയുടെ ഒരു ഭാഗത്തുള്ള ആ ദ്വീപിലാണ് ആദി പുരുഷൻ ഉണ്ടായത് എന്ന് പറയുന്നു, ആദിമ മനുഷ്യൻ ഉണ്ടായത് എന്ന് പറയുന്നു. ആദിമ ജനസമൂഹവും ഈ ശ്രീലങ്കയുടെ കടലെടുത്തു പോയ ഒരു ഭാഗത്താണ് ഉണ്ടായത്. അത് പിന്നെ ലോകം മുഴുവനും, ആ ജനം ലോകം മുഴുവനും വ്യാപിക്കുകയാണ് ഉണ്ടായത് എന്ന് ചട്ടമ്പിസ്വാമികൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ നിന്നാണ് ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ ശ്രീലങ്കയുടെ ഒരു കടലെടുത്ത ഭാഗത്താണ് ആദിമ ജനവിഭാഗം, ആദിമ പുരുഷൻ ജനിച്ചത് എന്ന് ചട്ടമ്പിസ്വാമികൾ പറയുമ്പോൾ, അതും ഗവേഷണത്തിലൂടെ, നിതാന്തമായ അന്വേഷണത്തിലൂടെ, നിതാന്തമായ സാധനയിലൂടെ കണ്ടെത്തിയ ഒരു വലിയ സത്യമാണ്. ആ സത്യത്തെക്കുറിച്ച് പിന്നീട് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്ര സത്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ആ ചരിത്ര സത്യങ്ങളൊന്നും നമ്മുടെ ചരിത്രകാരന്മാർ അംഗീകരിക്കുന്നില്ല. അതെല്ലാം വെറും ഭാവനയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാണ്. ഒരുപക്ഷെ ഭാവിയിൽ ഈ സത്യമെല്ലാം തന്നെ സത്യമാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഇനി സംജാതമാകാൻ പോവുകയാണ്. ഞാൻ പഴയ ആദിമ വ്യക്തിയാണ്. ഈ പ്രപഞ്ചം മുഴുവനും ഞാനല്ലാതെ മറ്റാരുമില്ല. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ എല്ലാ ദിക്കുകളുമാകുന്നു. 10 ദിക്കുകളും ഞാൻ തന്നെയാണ്. പിന്നെ പുരുഷന്മാരും സ്ത്രീകളും നപുംസകങ്ങളും ഞാൻ തന്നെയാണ്. വേദങ്ങളിലൂടെ അറിയപ്പെടുന്ന സത്യം ഞാനാണ്. അപ്പോൾ ഏത് വേദം പഠിച്ചാലും ആ വേദമെല്ലാം തന്നെ ശിവവേദമാണ്, ശിവൻ്റെ സത്യമാണ്, ശിവൻ്റെ അറിവാണ്, ശിവൻ്റെ ബോധമാണ് അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ ഉപനിഷത്താണ്. ഉപനിഷത്തുകൾ ശിവമൊഴിയാണ്, സനാതനമായ ബോധ മൊഴിയാണ് ഈ ഉപനിഷത്തുകളെല്ലാം. ഏത് ഉപനിഷത്തുകൾ എടുത്തു നോക്കിയാലും അനേകം ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു. അതിൽ ഇന്ന് നമുക്ക് 108 ഉപനിഷത്തുകളാണ് കിട്ടിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ദശോപനിഷത്തുകൾ, 10 ഉപനിഷത്തുകളാണ്. ഈ ഉപനിഷത്തുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ശിവൻ്റെ ആ അരുളാണ്, ശിവൻ്റെ മൊഴിയാണ്, ശിവൻ തന്നെയാണ്. അപ്പോൾ വേദങ്ങളിലൂടെ അറിയപ്പെടുന്നത് ഞാനാണ്, സത്യമാണ് ഞാൻ, സത്യസ്വരൂപനാണ് ഞാൻ. സത്യം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ശിവനും സത്യവും ഒന്ന് തന്നെ. പിന്നെ പറയുന്നു, പരമപ്രകാശമാണ് ഞാൻ. എല്ലാ പ്രകാശവും ഞാനാണ്, എല്ലാ ഇരുട്ടും ഞാനാണ്. ഞാൻ മന്ത്രമാണ്. എല്ലാ മന്ത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ യാഗമാണ്. ഒരു കാലഘട്ടത്തിൽ യാഗത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ഈ യാഗം ഞാനാണ്. യാഗം ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും യാഗം സ്വീകരിക്കുന്നവനും ഞാൻ തന്നെ. അപ്പോൾ എല്ലാം ഞാനാണ്, ശിവനാണ്. യാഗം എന്ന് പറയുന്നത് ശിവനാണ്. യാഗം ചെയ്യുന്നവൻ ശിവനാണ്. യാഗം ചെയ്യിക്കുന്നവൻ ശിവനാണ്. യാഗത്തിൻ്റെ ആ യജ്ഞത്തിൻ്റെ ഭാഗം സ്വീകരിക്കുന്നതും ശിവൻ തന്നെയാണ്. ജീവനും അതേപോലെ ഈ ഭൗതിക ലോകങ്ങളും ഞാനാണ്. ഞാൻ ജീവനാണ്. നമ്മിൽ കുടികൊള്ളുന്ന ജീവൻ എന്ന് പറയുന്നത് ശിവനാണ്. അപ്പോൾ ജീവൻ എന്ന് പറയുന്നതും ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്. എന്നിൽ കുടികൊള്ളുന്ന ജീവനാണ് ശിവൻ. അതുകൊണ്ടാണ് ശിവനെ ഹൃദയവാസി എന്ന് വിളിക്കുന്നത്. ഹൃദയവാസിയായ ശിവനാണ് ഞാൻ.
ഞാൻ തന്നെ, എൻ്റെ ജീവൻ തന്നെ ശിവനാണ്. പിന്നെ പറയണം, മരണശേഷം ഈ ജീവൻ പോകുന്ന ലോകങ്ങളും ഞാനാണ്. മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. മരണശേഷം ചെല്ലുന്ന സത്യലോകം വരെ എത്തിച്ചേരുന്ന എല്ലാ ലോകങ്ങളും ഞാൻ തന്നെയാണ്. ഞാൻ അനശ്വരനും നശ്വരനുമാണ്. ഞാൻ നശിക്കുന്നവനും നശിക്കാത്തവനുമാണ്. രണ്ടും ഞാൻ തന്നെ. അപ്പോൾ എല്ലാം ശിവനാണ്. ദ്വന്ദ്ങ്ങളെല്ലാം ശിവനാണ്. വൈരുദ്ധ്യങ്ങളെല്ലാം ശിവനാണ്. അതുകൊണ്ടാണ് വൈരുദ്ധ്യങ്ങളുടെ ഏകാത്മതയിൽ ഭാരതത്തിലെ ദാർശനികത എത്തിച്ചേരുന്നത്. വൈവിധ്യങ്ങൾ ഇതെല്ലാം ഏകാത്മകതയിൽ എത്തിച്ചേരുന്നത്, ഏകാത്മക മാനവവാദത്തിൽ എത്തിച്ചേരുന്നത് ഈ ശിവസങ്കല്പമാണ്. അനശ്വരനും നശ്വരനും ഞാനാണ്. എല്ലായിടത്തും മുഖമുള്ളവനാണ് ഞാൻ തുടക്കവും ഒടുക്കവുമാണ്. പുറത്തും അകത്തും ഞാൻ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. മുമ്പിലും പിമ്പിലും ഞാൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹ വർഷമാണ്. അകത്തും പുറത്തും കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ്. ഇത് തന്നെ ഉപാസനയുടെ ഏറ്റവും ഉയർന്ന ഒരു തലമാണ്. ഇത് തന്നെ ഉപാസിച്ചാൽ ശിവദർശനം കിട്ടും. ഞാൻ അകത്തും പുറത്തുമാണ്. ശിവനെ നമുക്ക് അകത്ത് കാണാം, അതുപോലെ പുറത്ത് കാണുന്നതും ശിവൻ തന്നെയാണ്. എല്ലായിടത്തും ശിവനെ തന്നെ കാണാൻ പറ്റുക. പിന്നെ മുന്നിലും പിന്നിലും ഞാൻ തന്നെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ചുറ്റും, നമ്മുടെ ഉള്ളിലും, നമ്മുടെ പുറത്തും, നമ്മുടെ മുമ്പിലും, നമ്മുടെ പിന്നിലും ശിവൻ തന്നെയാണ്. അപ്പോൾ വലിയൊരു പ്രൊട്ടക്ഷനാണ് ശിവൻ നമുക്ക് നൽകുന്നത്. എൻ്റെ ഉള്ളിൽ ശിവനാണ്. ശിവനുള്ളപ്പോൾ പിന്നെ എനിക്കെന്തിനാ ഭയം? അതുകൊണ്ടാണ് പറയുന്നത്, ഞാനിവിടെ ഉള്ളപ്പോൾ നീ എന്തിനു ഭയപ്പെടുന്നു എന്ന് ഭഗവാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. എൻ്റെ ഉള്ളിൽ ശിവനാണ്, എൻ്റെ പുറത്ത് ശിവനാണ്, എൻ്റെ മുമ്പിൽ ശിവനാണ്, എൻ്റെ പുറകിൽ ശിവനാണ്. അതായത് എന്നെ ആകെ പൊതിഞ്ഞിരിക്കുന്നത്, എന്നെ ആകെ നിറഞ്ഞിരിക്കുന്നത് ശിവത്വമാണ്, ശിവനാണ്. അതുകൊണ്ട് ഞാൻ എന്തിനു ഭയപ്പെടണം? എല്ലായ്പ്പോഴും ശിവൻ്റെ അഭയകരങ്ങളിലാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. ശിവനല്ലാതെ മറ്റൊരു നിമിഷവും എൻ്റെ ജീവിതത്തിലില്ല. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ നാം അങ്ങേറ്റം സമാധാനത്തോടെ, ശാന്തിയോടെ, മഹാസ്നേഹത്തോടെ, ശിവസ്നേഹത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ തയ്യാറാകുന്നു. ഇതാണ് നിതാന്തമായ സാധന. ഈ സാധന സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ, അതായത് അകത്തും പുറത്തും മുന്നിലും പിന്നിലും ശിവനാണ് എന്നുള്ള ആ ബോധം ആദ്യം കേൾക്കുക, പിന്നെ അത് മനനം ചെയ്യുക, പിന്നെ അത് അനുഭവിച്ച് ബോധ്യപ്പെടുക. അങ്ങനെ ശിവൻ എൻ്റെ ഉള്ളിലും പുറത്തും മുന്നിലും പിന്നിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന മഹാസത്യസ്വരൂപനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നാം അങ്ങേയറ്റത്തെ സംരക്ഷണ വലയത്തിലാണ്. ഈ സംരക്ഷണത്തിനപ്പുറം മറ്റൊരു സംരക്ഷണം നമുക്ക് ആവശ്യമില്ല. ഈ സംരക്ഷണത്തിൻ്റെ മഹത്വത്തിൽ ശിവൻ്റെ ആ മഹാ തേജസ് നാം തന്നെയായി മാറുന്നു. ശിവോഹം എന്ന അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നു. ശിവൻ്റെ മഹത്വം അവസാനിക്കുന്നില്ല, നമുക്കത് പിന്നെ വീണ്ടും തുടരാം. ഓം ശിവായ നമഃ.